നിങ്ങള് കിടന്നത് വരെ ഞാൻ വീഡിയോ ഇടുന്നു. അങ്ങനെ ഉണ്ടെങ്കിലല്ലേ വീഡിയോ. ആര് പറയുന്നതാണ് സത്യം എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത വിധം സങ്കീർണമാണ് ഈ വിവാദങ്ങൾ. അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിലൂടെ ഓരോരുത്തരുടെയും വിശ്വസ്തത ചോദ്യം ചെയ്യപ്പെടുകയാണ്. സോഷ്യൽ മീഡിയയിൽ പടുത്തുയർത്തിയ ജീവിതങ്ങൾ എത്രത്തോളം ദുർബലമാണെന്നും ഈ വിവാദങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കത്തി നിൽക്കുന്ന, ചർച്ച ചെയ്യപ്പെടുന്ന സഫ, ലല്ലു, ഫസ്മിന എന്നിവരെ കേന്ദ്രീകരിച്ചുള്ള വിവാദങ്ങളെക്കുറിച്ചുള്ള ചില കാര്യങ്ങൾ പറയാം. പ്രധാനമായും മെഹനാസിന്റെ ഭാര്യ സഫ ഫസ്മിനയുടെ മുൻ ഭർത്താവ് ലല്ലുവിനോടൊപ്പം ഒളിച്ചോടി എന്ന വാർത്തകളാണ് ഈ വിവാദങ്ങൾക്ക് ആധാരം. റമദാൻ മാസമാണെന്ന് പോലും നോക്കാതെ വഴിവിട്ട ബന്ധങ്ങളുടെയും നുണപ്രചാരണങ്ങളുടെയും കഥകൾ പറയാൻ ഇവർക്ക് നാണമില്ലേ? ഈ മാസത്തിന്റെ പവിത്രത പോലും മനസ്സിലാക്കാതെയാണ് പലരും ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് എന്ന കാര്യം എത്ര വലിയ വിഷമം നൽകുന്ന ഒരു കാര്യമാണ്. ലല്ലുവും സഫയും തമ്മിൽ യാതൊരു ബന്ധവുമില്ലെന്ന് അവർ അവകാശപ്പെടുമ്പോഴും ലല്ലുവിന്റെ വസ്ത്രങ്ങൾ സഫയുടെ വീട്ടിൽ അലക്കി വെച്ചിരിക്കുന്നതും മറ്റും തെളിവുകളായി പുറത്തു വരുന്നു. ഡ്രൈവറുടെ സുഹൃത്താണ് ലല്ലു എന്ന ന്യായീകരണമാണ് സഫ നൽകുന്നത്. വിശുദ്ധ റമദാൻ മാസത്തിൽ സത്യസന്ധതയും ധാർമ്മികതയും പാലിക്കേണ്ടതിന് പകരം പരസ്ത്രീ പരപുരുഷ ബന്ധങ്ങൾക്കും അവിഹിത ആരോപണങ്ങൾക്കും പിന്നാലെ പോകുന്നത് സമൂഹത്തിന് തെറ്റായ മാതൃകയാണ് നൽകുന്നത്. വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് വേണ്ടി കുടുംബ ബന്ധങ്ങൾ തകർക്കുന്നതും നുണകൾ പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്നതും ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. ആരോപണങ്ങൾക്ക് ഒരു മനുഷ്യന്റെ ജീവനെടുക്കാൻ ശേഷിയുണ്ട്. അപവാദ പ്രചാരണങ്ങൾ ഒരാളെ മരണത്തിലേക്ക് തള്ളിവിടുമ്പോൾ നുണപ്രചാരണങ്ങൾ കുടുംബങ്ങളെ തകർക്കുന്നു. വിശുദ്ധ മാസങ്ങളുടെ പവിത്രത ഉൾക്കൊണ്ട് സത്യസന്ധമായും അന്തസ്സോടെയും ജീവിക്കാൻ ഓരോരുത്തരും തയ്യാറാകണം. അനാവശ്യമായ ആരോപണങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാനും മറ്റുള്ളവരുടെ ജീവിതത്തെക്കുറിച്ച് അപവാദം പറയാതിരിക്കാനും നാം വളരെയേറെ ശ്രദ്ധിക്കണം. സഫയും ലല്ലുവും തമ്മിലുള്ള ബന്ധം തെളിയിക്കുന്ന വീഡിയോകൾ പുറത്തു വന്നപ്പോൾ 2 വീഡിയോകൾ ചേർത്ത് വെച്ച് ലല്ലുവും ഞാനും തമ്മിൽ ബന്ധമുണ്ടെന്ന് അനാവശ്യമായി ചിലർ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്ന് പറയുമ്പോൾ അവർ ഒരേ സ്ഥലത്താണ് ഉള്ളതെന്ന് തെളിയിക്കുന്ന ദൃശ്യങ്ങൾ വീഡിയോയിൽ നിരത്തുന്നു. ലല്ലു നിൽക്കുന്ന സ്ഥലത്തെ നീല ഗ്രില്ലും സഫയുടെ വീടിന് അടുത്തുള്ള ലബോറട്ടറിയും ഒരേ പരിസരത്താണെന്ന് വീഡിയോയിലൂടെ വ്യക്തമാകുന്നു. സഫയുടെ ഫ്ളാറ്റിൽ നിന്നും ലല്ലുവിന്റെ വസ്ത്രങ്ങളും ID കാർഡും മറ്റും കണ്ടെത്തിയതായി മെഹനാസ് ആരോപിക്കുന്നു. മെഹനാസിന്റെ മുൻ ഭാര്യയായ റിഫയുടെ മരണത്തെക്കുറിച്ചുള്ള ദുരൂഹത ഇതുവരെ നീങ്ങിയിട്ടില്ല. റിഫയ്ക്ക് അവിഹിത ബന്ധമുണ്ടായിരുന്നു എന്ന് മെഹനാസ് ആരോപിച്ചിരുന്നെങ്കിലും യഥാർത്ഥത്തിൽ മെഹനാസിന്റെ മാനസിക പീഡനം മൂലമായിരിക്കാം അവൾ ജീവനൊടുക്കിയത് എന്ന് സഫ ഇപ്പോൾ വെളിപ്പെടുത്തുന്നു. മെഹനാസിന് പല സ്ത്രീകളുമായി ബന്ധമുണ്ടായിരുന്നെന്നും സഫ ആരോപിക്കുന്നു. പക്ഷേ ഇപ്പോൾ പറയാനുള്ളത് ഈ കാര്യങ്ങളെല്ലാം ഈ മാസം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് പറഞ്ഞുകൂടെ? ആരോപണങ്ങൾക്കും പ്രത്യാരോപണങ്ങൾക്കും ഒടുവിൽ സത്യാവസ്ഥ എന്താണെന്ന് തിരിച്ചറിയാൻ പ്രയാസകരമായ രീതിയിലാണ് ഈ വിവാദം മുന്നോട്ടു പോകുന്നത്. സോഷ്യൽ മീഡിയയിൽ പ്രസക്തിക്ക് വേണ്ടി പലരും കുടുംബ ബന്ധങ്ങളെ തകർക്കുന്നതായും പരസ്പരം ചതിക്കുന്നതായും ഈ വീഡിയോ ഓർമ്മപ്പെടുത്തുന്നു. വിശുദ്ധ മാസങ്ങളുടെ പവിത്രത കാത്തു സൂക്ഷിക്കണമെന്നും സത്യസന്ധമായി ജീവിക്കണമെന്നുമുള്ള സന്ദേശത്തോടെയാണ് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നത്.